അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബ്രെഡും കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കുറച്ച് ബ്രെഡ്, ഞങ്ങളുടെ ഒരു 10 പീസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ചെറുതായിട്ട് മുറിച്ചിടാം. അതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തിടാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇത് ഓപ്ഷനിലാണ്. ഇതില്ലാത്തവരാണെങ്കിൽ ക്യാപ്സിക്കോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക്, അതായത് 2-3 പച്ചമുളക് കൂടി അരിഞ്ഞിടാം. പിന്നെ ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 4 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയാണ്. പിന്നെ ഒരു 2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും, ഇതൊക്കെ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. കാരണം ഈ ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത് കൂടുതൽ ലൂസായാൽ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആവില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ കുഴച്ചെടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോവും, ഉള്ളറ്റം വേവയില്ല. അപ്പോൾ നമ്മളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മറച്ച് നോക്കാം. ഇപ്പോൾ ഏകദേശം 1 സൈഡ് ആയിട്ടുണ്ടാവും. ഏകദേശം ആയിട്ടുണ്ട്. 1 സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒന്ന് മറച്ചിട്ട് നോക്കാം. അപ്പം നമ്മുടെ ഐറ്റം ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പൊക്കോടൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ. ഒരു ബ്രെഡ് പൊക്കോട എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം ചായക്കടിക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.